ജന്തർ മന്ദർ സമരവേദിയിലെത്തിയ ഒരു വിഭാഗം മാധ്യമപ്രവർത്തകരെ കൂക്കി വിളിച്ചാണ് സമരക്കാർ എതിരേറ്റത്. ഇവരോട് അഭിപ്രായം പറയേണ്ടെന്നും ചോദ്യങ്ങളോട് പ്രതികരിക്കേണ്ടെന്നുമാണ് സമരക്കാരുടെ സമീപനം. ഭരണകൂട ഭാഷ്യം മാത്രം വാർത്തയാക്കുന്ന മാധ്യമങ്ങളെ ഗോദി മീഡിയ എന്ന് കൂക്കി വിളിച്ച് പരിഹസിച്ച് പുറത്താക്കുകയാണ് CJP സമരക്കാർ. എന്നാൽ പരിഹാസത്തിനപ്പുറം ചില മാധ്യമപ്രവർത്തകരെ ശാരീരികമായി ഉപദ്രവിക്കുന്ന സംഭവങ്ങളും ഉണ്ടായി. ഇതിനെതിരെ വലിയ പ്രതിഷേധം സമരമുഖത്തും പുറത്തും ഉയരുന്നുണ്ട്. ഗോദി മീഡിയ മടിയിലിരിക്കുന്ന മാധ്യമം എന്നർത്ഥം. ഹിന്ദിയിൽ ഗോദി എന്നാൽ മടി എന്നാണ്. കേന്ദ്ര ഭരണകൂടത്തിന്റെ മടിയിലിരുന്ന് ഭരിക്കുന്നവരുടെ ലാളനകൾ ഏറ്റുവാങ്ങി അവരെ നോവിക്കാതെ വാർത്താ പ്രവർത്തനം പ്രീണന പ്രവർത്തനമാക്കുന്നവർ എന്നാണ് ഈ പരിഹാസ പദത്തിന്റെ അർത്ഥം. 2014 ശേഷം മോദി സർക്കാരിനെ അന്ധമായി പിന്തുണക്കുന്ന മാധ്യമങ്ങളെ വിശേഷിപ്പിക്കാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ രവീഷ് കുമാറാണ് ഈ പ്രയോഗം ആദ്യമായി ഉപയോഗിച്ചത്. ജന്തർ മന്ദറിലെ സമരവേദിയിലേക്ക് ഗോദി മീഡിയ എന്ന് പൊതുവെ കണക്കാക്കുന്ന കക്ഷികൾ ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഒരു മാസത്തിലേറെയായി ജന്തർ മന്ദറിൽ CJPയുടെ സമരം നടക്കുന്നുണ്ടെങ്കിലും സൻസദൻ മാർച്ചടക്കം ഇതിനു മുൻപ് നടന്ന അവരുടെ സമര പരിപാടികളുടെ എല്ലാം നേരെ ഗോദി മീഡിയ കണ്ണടച്ചു, തീർത്തും തമസ്കരിച്ചു. എന്നാൽ കഴിഞ്ഞ 2 ദിവസമായി ജന്തർ മന്ദർ ദേശീയ വാർത്താ കേന്ദ്രമായതോടെ തഞ്ചത്തിൽ തിരിച്ചുവന്ന് റിപ്പോർട്ടിംഗ് തുടങ്ങിയ ചിലരെയാണ് പ്രക്ഷോഭകർ ആദ്യം തെരഞ്ഞുപിടിച്ച് ചോദ്യം ചെയ്തത്. ഭരിക്കുന്നവർക്ക് സുഖിക്കുന്ന വാർത്തകൾ മാത്രം നൽകിയവരല്ലേ നിങ്ങൾ? സ്വതന്ത്ര മാധ്യമധർമ്മം മറന്നവരല്ലേ എന്ന് ചോദിച്ച് വന്നവരെ പതിവ് പോലെ അവഗണിച്ചേക്കാമെന്ന് മാധ്യമ പ്രതിനിധികൾ കരുതിയെങ്കിലും അതേശിയില്ല. അവർ റിപ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരിക്കെ അപ്പുറത്ത് ഗോദി മീഡിയ എന്ന് പ്രക്ഷോഭകർ കൂക്കി വിളിച്ചു. നിങ്ങളെന്തേ ഞങ്ങളെ കണ്ടില്ല എന്നുറക്കെ ചോദിച്ചു. NDTV റിപ്പോർട്ടർ രഞ്ജൻ ശുക്ലയെ അടക്കം സമരക്കാർ ചോദ്യം ചെയ്തു. तो आपकी मीडिया क्यों नहीं आई थी? NTV वाले, आज तक वाले क्यों नहीं आई थी? मैं ये जानना चाहता हूँ सर आप. इसीलिए कहते हैं गोदी मीडिया हाय हाय. മൈക്കുമായി വന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിൽക്കാതെ തിരികെ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിരുന്നു സമരക്കാരുടെ തന്ത്രം. ഇതോടെ റിപ്പോർട്ടർമാർ പരുങ്ങി. സർക്കാർ പോലീസ് ഭാഷ്യം മാത്രം തത്സമയം റിപ്പോർട്ട് ചെയ്ത ടൈംസ് നൗ, മിറർ നൗ, റിപ്പബ്ലിക് TV, Z ന്യൂസ്, इंडिया TV തുടങ്ങിയ ചാനലുകളെ തെരഞ്ഞുപിടിച്ച് സമരക്കാർ കൂക്കി വിളിച്ചു. मैम आपसे एक सवाल करना था. नहीं नहीं मैम, आप एक महीना था तो आपने आपने आपको देखा. मैं तो आपको नहीं देखा. नहीं मैं आपसे ये पूछना चाहता हूँ कि भाई आप मीडिया वाले हो तो आप देखने वाले थे. 1 महीने से आप लोग कहाँ थे? गोदी मीडिया क्यों थे? ഫീൽഡിൽ പണിയെടുക്കുന്ന മാധ്യമ പ്രവർത്തകരെയല്ല, ഗോദി മീഡിയയുടെ അജണ്ട തീരുമാനിക്കുന്നവർക്കെതിരെയാണ് ഈ കൂവലെന്നാണ് വീഡിയോകൾ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നവരുടെ ഭാഷ്യം. शांत हो जाओ, बोलने दो इन्हें. हम सुनते क्या बोलते हैं, उसके बाद हम डिसाइड करेंगे सब पब्लिक मिलके. പോകെ പോകെ ആൾക്കൂട്ടത്തിന്റെ സ്വഭാവം വഷളായി. ചോദ്യം ചെയ്യലിൽ നിന്ന് കയ്യേറ്റത്തിലേക്ക് വരെ എത്തി. ABP റിപ്പോർട്ടർ വരുൺ ഭാസിനെ കൂവിയൊടിച്ചു, തലയിൽ വെള്ളമൊഴിച്ചു. ടൈംസ് നൗ റിപ്പോർട്ടർ ദേവ് കൊടകിനെ വളഞ്ഞിട്ട് തല്ലിയതിനെതിരെ വലിയ പ്രതിഷേധം സമരക്കാർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ ശാരീരികമായി ഉപദ്രവിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധം ഉയരുന്നതിനൊപ്പം ഏകപക്ഷീയ റിപ്പോർട്ടിംഗിനെതിരെയും വലിയ ചർച്ചകൾക്കാണ് ജന്തർ മന്ദർ സമരമുഖത്ത് നിന്നും തുടക്കമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.